തിരുവനന്തപുരത്ത് SDPI സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും ED റെയ്ഡ്. 6ഓളം വരുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുകയാണ്. സുലേഖ, ഈ 6 സ്ഥലങ്ങളിലാണ് 6 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നു. ഇപ്പോഴും പരിശോധന തുടരുകയാണോ? രാവിലെ മുതൽ ആരംഭിച്ച പരിശോധനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ED ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ? രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിലും തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള റെയ്ഡ് ED നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്, SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ED പരിശോധിക്കുന്നത് ബാങ്ക് രേഖകളാണ്. കാരണം ഇത്തരത്തിൽ പോപ്പുലർ ഫണ്ട് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തുന്ന ഘട്ടത്തിൽ SDPIക്ക് പണം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം SDPIക്ക് പോപ്പുലർ ഫണ്ട് നൽകിയിരുന്നു എന്നതാണ് EDയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുള്ള പണങ്ങൾ നൽകിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് രേഖകളാണ് നിലവിൽ ED പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഇന്ത്യയുടെ 6 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു പരിശോധന ഇവിടെ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ. ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഓഫീസിനും മുന്നിലും ഈ ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട്. എന്തായാലും 6 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള പരിശോധന തിരുവനന്തപുരത്തെ SDPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച ബാങ്ക് രേഖകളാണ് EDയുടെ ഭാഗത്തു നിന്ന് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സുലേഖയാണ് ED റെയ്ഡുമായി ബന്ധപ്പെട്ട SDPIയുടെ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യത്ത് 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അത് കേരളത്തിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സുലേഖ പങ്കുവച്ചത്.